ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിസ്റ്റേഴ്സ് ക്ലോത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് തമ്പനയിലൊക്കെ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ലേ, നമ്മളൊരു ചെറിയ ജ്വല്ലറി ഷോപ്പിംഗ് ചെയ്യാൻ പോവുകയാണ്. ഞാനും ഉമ്മയും കൂടെ. ഉമ്മാൻ്റെ ഒരു സ്കീം ഉണ്ടായിരുന്നു, കവിത ജ്വല്ലേഴ്സിൻ്റെ അണ്ടറിൽ 2 സ്കീം ഉണ്ടായിരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം കൊണ്ട് നടത്തി വരുന്ന ഒരു സ്കീമാണ് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ജ്വല്ലറി എടുക്കാം, പിന്നെ ഉമ്മാൻ്റെ പാദസരം പൊട്ടിയതൊന്ന് റെഡിയാക്കാം. അതേപോലെ തന്നെ എൻ്റെ റിങ്ങിൻ്റെ സ്റ്റോണൊക്കെ പോയിട്ടുണ്ടായിരുന്നു. മിലൂൻ്റെ ഒരു സ്റ്റഡ് മാറ്റിയിട്ട് അവൾക്ക് റിങ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഒരു പർച്ചേസിങ്ങിൽ ഒതുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ സ്കീമിൻ്റെ ആ ഒരു ക്യാഷ് വെച്ച് ഞങ്ങൾ എടുത്ത ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ജ്വല്ലറി ഉണ്ട്. അത് മാത്രം ഞങ്ങൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നതാണ്. ബാക്കിയൊക്കെ ഞങ്ങൾ ഇതേ പറഞ്ഞ പോലെ തന്നെയാണ്. അപ്പം നമ്മൾ ആദ്യം ഉമ്മാൻ്റെ പാദസരം പൊട്ടിയിരുന്നു. ആ പാദസരം പൊട്ടിയതിനുള്ള ഷോപ്പിംഗ് ആണ് ചെയ്യുന്നത്. അത് കൊടുത്തിട്ട് അതിന് പകരം അതേ തൂക്കത്തിൽ വേറെ ചെയ്യാണ്. അങ്ങനെ ഞങ്ങൾ ഉമ്മാക്കുള്ള പാദസരം ഷോപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആ സ്കീമിലോട്ട് പോകുക കേട്ടോ. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ബാങ്കിൽ എടുത്താലോ, പക്ഷെ അത്രയും ഒരു 3-4 പവൻ്റെ അടുത്തോളം വരുന്നുണ്ട് സ്കീമിൽ. അപ്പോൾ ഓക്കെ, നമുക്കൊരു നെക്ലേസ് തന്നെ ആവാം. നെക്ലേസ് ഉമ്മാക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ആൻറ്റിക്കിൻ്റെ മോഡലിലൊരു നെക്ലേസ് എടുത്ത് നോക്കാം, അല്ലെങ്കിൽ എടുത്ത് വെക്കാം എന്നൊക്കെയുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട കുറച്ച് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുള്ള നെക്ലേസുകൾ ഞാൻ എടുത്ത് എൻ്റെ കഴുത്തിലിട്ട് കാണിച്ചു തരികയാണ്. നല്ല ആർക്കും ഇട്ട് നോക്കിയാൽ നല്ല ഭംഗിയുള്ള കുറച്ച് നെക്ലേസിൻ്റെ മോഡൽ അവിടെ വന്നിട്ടുണ്ട്. എൻ്റെ പൊന്നു അടിപൊളി കേട്ടോ. ഞാൻ അങ്ങനെ പലതും നോക്കിയിട്ടാണ് അവസാനം ഒന്ന് ചൂസ് ചെയ്തിട്ടുണ്ട്. അത് ഞാനത് കണ്ടുപാട് അത് മതി എന്ന് പറഞ്ഞ് ഇടാനോ ഒന്നിനും നോക്കിയിട്ടില്ല. അത് മതി, അത് സെലക്ട് ചെയ്യാമെന്ന് ഉമ്മാക്കും എനിക്കും അത്ര ഇഷ്ടമായി. ഞാൻ ഇട്ട് നോക്കിയതിൽ ഒരുപാട് സെലക്ഷൻ്റെ ഇതിൻ്റെ പല റൂബി വെച്ചിട്ടുള്ളതും വേറെ തരം സ്റ്റോൺസ് വെച്ചിട്ട് അവർ പലതരം സ്റ്റോൺസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവരുടെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുന്നുണ്ട്, ഇതെന്താണ് ഏതാണ് എന്നൊക്കെ എല്ലാം പറഞ്ഞു തന്നിട്ടാണ് നമ്മൾക്ക് ഒരു സാധനം തരുന്നത് തന്നെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എടുത്തത് ഇതേപോലെ ഒരു ആൻറ്റിക് മോഡലാണ്. പിന്നെ കുറച്ച് ലെങ്തി ആയിട്ടുള്ളതാണ്. ഈ ഒരു 3.25 അല്ല 4 പവൻ, കറക്റ്റ് 4 പവൻ്റെ ഒരു നെക്ലേസാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നെക്ലേസ് ആണെന്ന് ചോദിച്ചാൽ കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്. പിന്നെ ഞാനിപ്പോൾ കാണിച്ചു തന്നിട്ടുള്ള ഈ ഒരു മാല ഉണ്ടല്ലോ, അതിൻ്റെ പല മോഡൽസും അവിടെ കാണുന്നുണ്ട്. പിന്നെ ഞാൻ ഡയമണ്ട് സെക്ഷനിലോട്ട് അവരിങ്ങോട്ട് പറഞ്ഞതാണ്, 4 പവൻ്റെ ഡയമണ്ടിൻ്റെ സെക്ഷനുണ്ട്. നമുക്കതൊന്ന് വെറുതെ ട്രൈ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് പ്രാവശ്യം ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം, വെറുതെ ഇട്ട് നോക്കൂ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ റൂബി കളക്ഷൻസ് ആട്ടോ, സാധാ സ്റ്റോൺസ് അല്ല. അവർ അവിടെ റൂബി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി സ്റ്റോൺസാണ്. പക്ഷെ എനിക്ക് ആ ഒരു പിങ്ക് കളറിനോട് ഒരു ക്രേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ ആൻറ്റിക് മോഡൽ ആവാം, അല്ലെങ്കിൽ വേറെ ടൈപ്പ് ഡയമണ്ട് സെക്ഷൻ ആവാറ്. പക്ഷേ ഡയമണ്ട് സെക്ഷൻ ഉപ്പാക്ക് കൂടുതൽ ഇഷ്ടം ഗോൾഡ് കാണിക്കുന്നതാണ്. അപ്പോൾ ഉപ്പാൻ്റെ ഒരു താല്പര്യം കൂടെ നോക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെയും ഗോൾഡിലേക്ക് തന്നെ പോയി. അതുകൊണ്ട് ഞാനും ഉമ്മയും കൂടെ ആദ്യം വിചാരിച്ചത് ഇതായിരുന്നു. ഇതാകുമ്പോൾ ഒരു 3 പവനിലാണ് വരുന്നത്. അപ്പോൾ 1 പവൻ ബാക്കിയാണ് നമുക്ക് ആ ഒരു സ്കീമിൽ ഒരൊറ്റ മാല അങ്ങനെ വിചാരിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് പറ്റുന്നുണ്ട്, എല്ലാതും പറ്റുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ, കിട്ടില്ല. ആ ഒരു കറക്റ്റ് പവനിൽ നമുക്ക് കിട്ടില്ല. അവസാനം ഞങ്ങൾക്ക് 2-3 എണ്ണം ഒരേപോലെ കിട്ടി. അതിനുശേഷം പിന്നെ ഞങ്ങൾ റിങ്ങിലേക്ക് പോവാട്ടോ, റിങ് ഷോപ്പിങ്ങിലേക്ക് പോവാണ്. എനിക്കും മിലൂനും റിങ് വേണമെന്നുണ്ടായിരുന്നു. മിലൂൻ്റെ സ്റ്റഡ് മാറ്റിയിട്ട് അവൾക്കൊരു റിങ്, എൻ്റെ റിങ് മാറ്റിയിട്ട് അതേ തൂക്കത്തിൽ എനിക്കൊരു റിങ്, അങ്ങനെയാണ് കേട്ടോ. റിങ്ങിൻ്റെ സെക്ഷൻ പിന്നെ പറയും വേണ്ട, അത്രയും സെക്ഷനാണ് അവർ കൊടുന്ന് വെച്ചിട്ടുള്ളത് കേട്ടോ. നമ്മളുടെ മുന്നിലിങ്ങനെ വിചാരിക്കും കഴിഞ്ഞു, പിന്നെയും അവർ ഡയമണ്ടിൻ്റെ സെക്ഷൻ ഇങ്ങനെ കൊടുന്നുകൊണ്ട് വെക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മിലൂൻ്റെ എൻ്റെയും ഒരു സെയിം ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. ഏതായാലും ഒന്ന് ആദ്യം കൊള്ളൂല, പിന്നെ കൊള്ളും, ലൂസാവും, അങ്ങനെ ആയിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾക്ക് 2 എണ്ണം നല്ല ഇഷ്ടമായത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തത് മിലൂനും അടിയത്തത് എനിക്കും ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇയറിങ്ങിൻ്റെ സെക്ഷനിലേക്ക് പോവാട്ടോ. ഞാനിതാ ഈ ഇയറിങ് നോക്കി നടക്കുകയായിരുന്നു. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ആകെ ഹെവി ആയിരിക്കും മുഖത്തുള്ള ഗോൾഡും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. ഞാൻ പഠിക്കുന്നതല്ലേ, അപ്പോൾ അവിടെ ഇതൊന്നും അത്ര വലിയ അലൗഡായിട്ട് തോന്നൂല. മീൻസ് ഇയറിങ്സൊക്കെ അലൗഡാണ്, പക്ഷെ വല്ല ചെറിയ സ്റ്റഡോ അങ്ങനെയൊക്കെ പറ്റുള്ളൂ.
അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ആ ഒരു ചെറിയ ഇയറിങ്സ് എടുത്ത്. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്കീമിലെടുത്ത മാല. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഉമ്മാൻ്റെ പാദസരം അതാണ്. ഞാൻ പിന്നെ ഒറ്റ നോട്ടത്തിലെടുത്ത റിങ് ഇതാണ് കേട്ടോ. എനിക്ക് വേറെ ഏതും വേണ്ട, ഈ ഒരു റിങ് മതി, ഈ റിങ്ങിൽ ഒതുങ്ങും എന്നുള്ള രീതിയിൽ അതും എടുത്ത്. പിന്നെ മിലുവിൻ്റെ മോതിരമുണ്ട്, പിന്നെ എൻ്റെ മോതിരമുണ്ട്. ഇതൊക്കെയാണ് നമ്മളിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതിൽ ആ മാലയാണ് ഞങ്ങൾ സ്കീമിൽ എടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഒരൊറ്റ നോട്ടത്തിൽ അത് കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെടും. എനിക്ക് അത്രയും ഇഷ്ടമായി. അതിനുശേഷം ഉമ്മ ഞങ്ങൾ കൊടുത്ത സ്വർണ്ണങ്ങളൊക്കെ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരപ്പോൾ നമ്മൾ പോകണം. അപ്പോൾ അതിന് പോയപ്പോൾ ഞാൻ കുറച്ച് നേരം പോസ്റ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ്. പിന്നെ നമ്മൾ ബില്ലിങ് ചെയ്യുന്നു, അവർ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുടെ ഇടയിലാണ് ഉമ്മ ഈ വീഡിയോ എടുത്ത് തരുന്നത്. പാവത്തിന് അറിയില്ല വീഡിയോ എടുത്ത് തരാൻ. അതിൻ്റെ ഇടയിൽ ഞാൻ ഉമ്മനെ ഫിറ്റാക്കുന്നുണ്ട്, കറക്റ്റ് തന്നെ എല്ലാം എടുക്കുന്നതെന്നൊക്കെ ചോദിക്കുക കേട്ടോ. അങ്ങനെ അവർ ലാസ്റ്റ് എല്ലാം പറഞ്ഞു തന്നത് ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. എല്ലാം ഞങ്ങൾ ഹാപ്പി ആയിരുന്നു. അവരുടെ ഷോപ്പിങ്ങിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് 3 കൂപ്പൺ കിട്ടി. അത്രയും സ്വർണ്ണം അവിടെ നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 3 കൂപ്പൺ കിട്ടി. ഞങ്ങളത് അതിലിട്ടു. ഇൻഷാ അല്ലാ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അവരുടെ ഭാഗ്യമല്ലേ, നമ്മൾ വെറുതെ പ്രതീക്ഷിക്കാം, അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ തൂക്കം കാണിക്കുന്നുണ്ട്. 64 ഗ്രാം എത്രയോ ആണ് മൊത്തത്തിൽ തോന്നുന്നു. അങ്ങനെയാണ് തോന്നുന്നു, അറിയില്ല. പിന്നെ മോതിരം, ഞങ്ങളുടെ മോതിരമൊക്കെ നല്ല വെയിറ്റ് കുറവാട്ടോ. എത്രയോ ഗ്രാം എത്രയോ ഉള്ളൂ മോതിരത്തിൻ്റെ ഒക്കെ. ആ മാലയ്ക്കും പാദസരത്തിനുമാണ് നല്ല റേറ്റ്, മീൻസ് വെയിറ്റ് തോന്നിക്കുന്നത്. പിന്നെ നമ്മൾ വീഡിയോ കോൾ ചെയ്തിട്ട് വല്യുമ്മാക്കൊക്കെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഇവിടുത്തെ ഉമ്മാക്ക് ഞങ്ങൾ നേരിട്ട് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അവിടുത്തെ ഉമ്മാക്ക്, ഉമ്മാൻ്റെ ഉമ്മാക്ക് ഞങ്ങൾ വീഡിയോ കോൾ ഇത് ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഇവരൊക്കെ മോതിരം പറഞ്ഞിരുന്നല്ലോ ഇതേപോലെ പർച്ചേസ് ചെയ്യണം, നമുക്ക് റിങ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ ഞങ്ങൾ ഇനി അതിനൊരു വരവ് വരേണ്ടതാണ്. കാരണം 2 വല്യമാരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പാക്ക് ചെയ്തിട്ട് അവർക്കൊക്കെ ഇഷ്ടമായിട്ടോ, വല്യമാർക്ക് 2 പേർക്കും ഇഷ്ടമായി. പിന്നെ ഞാൻ കുറച്ച് നേരം പോസ്റ്റായി, ഉമ്മ അവരായിട്ട് എന്തോ ഒരു കാര്യം സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടെ കുറേ സെലക്ഷൻ ഇങ്ങനെ വരുത്തി വെച്ചിട്ട് ഇങ്ങനെ നിരത്തി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിതൊന്ന് വീഡിയോ എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരോട് ചോദിച്ചപ്പോൾ അവരെടുത്തോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് കുറച്ചും കൂടെ കളക്ഷൻസ് കാണിച്ചു തന്നു. അങ്ങനെ ഞങ്ങൾ പർച്ചേസ് ചെയ്തപ്പോൾ ഈ ചേട്ടനാട്ടോ ഞങ്ങൾക്ക് എല്ലാ ഹെൽപ്പും ചെയ്തിട്ടുള്ളത്. അവിടെയുള്ള എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഇത് ഭംഗി ഉണ്ടാവും, നമുക്ക് കൂടുതൽ സെലക്ഷൻസൊക്കെ അവർ കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഈ ചേട്ടനായിരുന്നു ലാസ്റ്റ് വെച്ച് വരെ ഉണ്ടായിരുന്നേ. പിന്നെ നമുക്ക് അവിടെ നിന്നൊരു ചെറിയ ഗിഫ്റ്റ് കിട്ടി. എന്തായാലും അതൊരു ഗിഫ്റ്റ് ഉണ്ടാവില്ല, നമ്മൾ വിചാരിച്ചത് തന്നെയായിരുന്നു. അങ്ങനെ അതിലൊരു നല്ല ഭംഗിയുള്ളൊരു കപ്പും അവർ തന്നിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇപ്പം അടുത്ത് എങ്ങനെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, നല്ല സെലക്ഷൻസ് വന്നിട്ടുണ്ട്. സത്യമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ള കുറച്ച് സെലക്ഷൻസ് അവിടെ കണ്ടു, നെക്ലേസിലൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും അവിടെ പോയിട്ട് വിസിറ്റ് ചെയ്യണം. കവിത ജ്വല്ലേഴ്സ് വളാഞ്ചേരി ബ്രാഞ്ചാണ്. ഞങ്ങൾ തുടങ്ങിയ പോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്കീമും തുടങ്ങാം. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ബൈ ഗൈസ്.